കർത്താവിന്റെ അതിപരിസമായി നാം വാഴ്ത്തുക. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായി തുറക്കാതെയിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ചിന്തിക്കുന്ന ദൈവത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം എന്ന് പറയുന്നത് അകൃത്യയാഗമായി തീരുന്ന ദാസനെ കുറിച്ച് പ്രവാചകൻ പറയുന്നത്. ഹല്ലേലൂയ. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തമായി കാൽവരി ക്രൂശിൽ ഒരു അകൃത്യയാഗമായി തീരുന്ന ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ചാണ് ഈ തിരുവെഴുത്തിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ രേഖപ്പെടുത്തി തന്നിരിക്കുന്ന ഈ വചനം. അത് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തോടുകൂടി ഈ വചനം നിറവേറി. ഹല്ലേലൂയ. ഈ വചനം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കണം. പ്രൈസലോ. യേശുക്രിസ്തുവിന്റെ ജനനം, ജീവിതം, ശുശ്രൂഷ, യേശുക്രിസ്തുവിന്റെ മരണം, അടക്കം, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം, സ്വർഗാരോഹണം, യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ്, യേശുക്രിസ്തുവിലുള്ള ശാന്തത, സമാധാനം, മൗനം, സ്നേഹം, ഇതൊക്കെ ഹൃദയത്തെ സ്പർശിക്കണം. പ്രൈസലോ. എങ്കിൽ മാത്രമേ ഒരുവന് ക്രിസ്ത്യാനിത്വത്തിന്റെ ആ സന്തോഷം പൂർണ്ണതയാകത്തുള്ളൂ. ക്രിസ്തുവിനെ അനുഗമിക്കാത്ത, ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിക്കാത്ത, ക്രിസ്തുവിന്റെ ഹൃദയത്തെ സ്പർശിക്കാത്ത അനവധി ആളുകൾ ക്രൈസ്തവ സമൂഹത്തിലുണ്ട്. പ്രൈസലോ. ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്രിസ്തു ഹൃദയത്തിൽ സ്പർശിക്കപ്പെട്ടവനാകണമില്ല. യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ശുശ്രൂഷയും ക്രിസ്തുവിന്റെ സ്നേഹവും ഹൃദയം കൊണ്ട് സ്പർശിക്കപ്പെട്ടവനാണെങ്കിൽ, ഹൃദയത്തിൽ സ്പർശിക്കപ്പെട്ടവനാണെങ്കിൽ അവൻ ആ ക്രൂശെടുത്ത് അനുദിന കർത്താവിനെ അനുഗമിക്കുന്നവനായിരിക്കും. അവൻ ഈ ലോകത്തിന്റെ പാപസുഖങ്ങളോ പാരമ്പര്യങ്ങളോ യഹൂദന്റെ മര്യാദപ്രകാരം ആചാരാനുഷ്ഠാനങ്ങളോ കർമ്മങ്ങളോ ഒന്നും പോകത്തില്ല. ക്രൈസ്തവ ലോകം ഈ നാളുകളിൽ 50 ദിവസത്തെ നോമ്പ് വ്രതത്തിലാണ്. യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ചെന്ന് പറഞ്ഞത്. പക്ഷെ ക്രൈസ്തവ സമൂഹത്തിൽ 50 ദിവസം ഉപവസിക്കുന്നു. 10 ദിവസം കൂടുതലാണ്. യേശുവിനെക്കാട്ടിലും 10 ദിവസം മുമ്പ് നിൽക്കട്ടെ എന്നുള്ളതായിരിക്കും. ഹല്ലേലൂയ. എങ്കിലും അവർ യഹൂദന്റെ എല്ലാ ആചാരങ്ങളും കർമ്മങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് അവർ ക്രിസ്തുവിന്റെ സ്നേഹം ഹൃദയത്തിൽ, ക്രിസ്തുവിന്റെ ക്രൂശമരണം, ക്രിസ്തുവിന്റെ യാഗം ഹൃദയം കൊണ്ട് സ്പർശിക്കപ്പെടുന്നില്ല. അവരെല്ലാം അത് ഒരു പുറംമോടിയായിട്ട് കൊണ്ട് നടക്കുന്നു. ഞാൻ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടിട്ട് വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന എന്റെ ജീവിതം അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്കൊണ്ട് ധൈര്യമായിട്ട് പറയാം. പ്രൈസലോ. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നം, യേശുക്രിസ്തുവിന്റെ ശാന്തതയും മൗനവും സമാധാനവും നമ്മുടെ ഹൃദയങ്ങളിൽ സ്പർശിക്കപ്പെടുമ്പോഴാണ്, അത് നമ്മിൽ നിറയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വസിക്കുവാനും നമുക്ക് മറ്റുള്ളവരിലേക്ക് ആ സ്നേഹം പങ്കുവെക്കുവാനും കഴിയുള്ളൂ. പ്രൈസലോ. ഇവിടെ ദൈവത്തിന് പറഞ്ഞു, തന്നെത്തോൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. തന്റെ ന്യായത്തെ ന്യായീകരിച്ചിട്ടില്ല. യേശുക്രിസ്തുവിനുള്ള ന്യായത്തെ അവൻ ഒരിക്കലും ന്യായീകരിച്ചില്ല. പിന്നെന്താണ്? കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. യേശുവിന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിൽ കാണുന്ന ശാന്തതയും സമാധാനവും, ഹല്ലേലൂയ, ആ താഴ്മ നാം തിരിച്ചറിയണം. പ്രൈസലോ. ഇവിടെ ദൈവത്തിന്റെ വചനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആടിനെ കൊല്ലുവാൻ കൊണ്ടുപോകുമ്പോൾ യാതൊരു കരുണയുമില്ലാതെ വലിച്ചിഴിച്ച് കൊണ്ടുപോകുന്നവരുണ്ട്. അതുപോലെയാണ് കർത്താവായ യേശുക്രിസ്തുവിനെയും ഗെത്സമന തൊട്ട് കാൽവറി വരെ, ഗോൽഗോത്ത വരെ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന വാടിനോട് യാതൊരു കരുണയും കാണിക്കാതെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് പോലെയാണ് യേശുക്രിസ്തുവിനെ അവർ കൊണ്ടുപോയത്. ഹല്ലേലൂയ.
ഈ ലോകം എത്ര ക്രൂരമായ സ്വഭാവമാണ് യേശുവിനെ കാണിച്ചത്. ഈ ലോകം യൂതർ എത്ര ക്രൂരമായ അനുഭവമാണ് യേശു ക്രിസ്തുവിനോട് അന്ന് ചെയ്തത്, അന്നത്തെ ഗവൺമെന്റ് ചെയ്തത്. ഹല്ലേലൂയ. അപ്പൊ എന്നാൽ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവൻ മൗനമായിരുന്നു. ഹല്ലേലൂയ. ആടിനെ കൊണ്ടുപോകാൻ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നത് പോലെ തന്നെ ഈ യേശുവിനെ കൊണ്ടുപോകുമ്പോൾ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ യേശു ഇത് മൗനമായിരുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആടുകളെ രോമം കത്തിരിക്കുന്നത് അതിന് വളരെ ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ടാണ് അത് ശാന്തമായി മൗനമായി ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ആട് ഒരിക്കലും മൗനമായിരിക്കത്തില്ല. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ആട് ഒരിക്കലും മൗനമായിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത് അലറി വിളിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അത് അലറി വിളിച്ച് പുറകോട്ട് ബലപ്രയോഗം നടത്തി എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ള അനുഭവത്തിലേക്കാണ്. ഹല്ലേലൂയ. എന്നാൽ ചില പ്രത്യേക ആടുകളെ കണ്ടാൽ അവ ഭയപ്പാടി ചിലപ്പോൾ സ്തോത്രം മൗനമായിരിക്കുന്നത് കാണാം. ഭയന്നിട്ട് ചില ആടുകൾ മൗനമായിട്ടിരിക്കും. ഹല്ലേലൂയ. അലറിക്കരയേണ്ട സ്ഥാനത്ത് മൗനമായിരുന്ന എല്ലാം നമുക്ക് വേണ്ടി സഹിച്ചവനാണ് യേശു. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, കൊല്ലാൻ കൊണ്ടുപോകുന്ന ആട് വളരെ അലറി നിലവിളിച്ചു പോകും. അതിനോട് യാതൊരു കരുണയില്ലാതെ അതിനെ വലിച്ചഴിച്ചു കൊണ്ടുപോകും. അതേപോലെ തന്നെ യേശു ക്രിസ്തുവിനെ പടയാളികൾ വലിച്ചഴിച്ചു കൊണ്ടുപോകുമ്പോൾ അലറിക്കരയേണ്ട സ്ഥാനത്ത്, നിലവിളിക്കേണ്ട സ്ഥാനത്ത്, രോമം കത്തിരിക്കുന്ന മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ യേശുവിന്റെ ഇത് മൗനമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതെന്തിനു വേണ്ടിയിട്ടാണ്? എനിക്ക് വേണ്ടി ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിനക്ക് വേണ്ടി ആയിരുന്നു യേശു അലറിക്കരയേണ്ട സ്ഥാനത്ത് മൗനമായിരുന്നത് എന്ന് നീ ചിന്തിക്കുമ്പോൾ, എന്ന് നീ മനസ്സിലാക്കുമ്പോൾ, അത് നീ വിശ്വസിക്കുമ്പോഴാണ് യേശുവിന്റെ ഹൃദയം നിന്റെ ഹൃദയങ്ങളിൽ സ്പർശിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ജനനവും യേശുവിന്റെ ജീവിതവും ശുശ്രൂഷയും യേശുവിന്റെ മരണവും അടക്കവും യേശുവിന്റെ ഉയർപ്പും പുനരുത്ഥാനവും സ്വർഗാരോഹണവും ഹല്ലേലൂയ നമ്മൾ അതിന്റെ ആചാരമായിട്ട് കൊണ്ട് നടന്നാൽ അതൊരു ആചാരം മാത്രമായിരിക്കും. ഹല്ലേലൂയ. അനവധി ആചാരങ്ങൾക്ക് ഉടയവരാണ് ഭൂമിയിലെ മനുഷ്യർ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന നമുക്ക് കർത്താവിന്റെ ക്രൂശ് ഒരു ആചാരമല്ല, അതൊരു ആഘോഷമല്ല. ഹല്ലേലൂയ. അത് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനും നിങ്ങളും പാപികളായി ദോഷികളായി ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ ദൈവത്തിൽ നിന്ന് അകന്ന്, ദൈവനാമത്തിൽ നിന്ന് അകന്ന്, ദൈവമായിട്ട് സംസർഗമില്ലാതെ ബന്ധമില്ലാതെ സാത്താന്റെ അതിനിൽ കിടന്നപ്പോൾ, പാപത്തിന്റെ ദാസന്മാരായി ജീവിച്ചപ്പോൾ, പാപത്തിൽ വീണ് കിടന്നപ്പോൾ, അകൃത്യത്തിൽ വീണ് കിടന്ന് നിത്യമായ ന്യായവിധിക്ക് യോഗ്യനായി നരകം നമ്മെ കാത്തിരുന്നപ്പോഴാണ് പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച് കർത്താവായ യേശു ക്രൂശിൽ നമ്മുടെ പാവങ്ങളെ മുഴുവൻ വഹിച്ചുകൊണ്ട് അവൻ അല്ലേ ക്രൂശിൽ മൗനമായിട്ടിരുന്ന്, അവൻ ക്രൂശീകരണ സമയത്ത് മൗനമായിരുന്നു എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടിയാണ്. ദോഷവും വ്യഭിചാരവുമുള്ള തലമുറയുടെ തലയിൽ നിന്ന്, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ തലയിൽ നിന്ന്, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും, അതിക്രമങ്ങളും പാപങ്ങളിലും മരിച്ചവരായിരുന്ന, അതൊക്കെ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എടുത്തു പറയത്തക്ക അനേക പാപ സ്വഭാവങ്ങളാൽ നിറയപ്പെട്ടിരുന്ന ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ നിന്നാണ് ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചത്. നമ്മുടെ പാപങ്ങളെ യേശു സ്വയം ഏറ്റെടുത്തത്, നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, 40 നാളും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥനയ്ക്കുന്നു. തന്റെ വിശുദ്ധ സഭയെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരും. അതാണ് ഭക്തന്റെ വിശ്വാസം, പ്രത്യാശ. ഇതില്ലാത്തവരെല്ലാം എന്ത് ചെയ്യും? ആചാരങ്ങളുടെ പിന്നാലെ പോകും. അല്ലേ? അവർക്ക് കർമ്മങ്ങളും ആചാരങ്ങളുമാണ് അവർ ചെയ്യുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, യേശുവിനെ നിന്റെ ഹൃദയം കണ്ട് സ്പർശിക്കണം. നീ നിന്റെ ഹൃദയത്തിൽ യേശു വസിക്കണം. നിന്റെ ഹൃദയത്തിൽ യേശു ഉണ്ടെങ്കിൽ നീ കർത്താവിനെ മാത്രമേ അനുഗമിക്കുകയുള്ളൂ. വിശുദ്ധ തിരുവെഴുത്ത് എന്ന് പറയുന്ന ഹല്ലേലൂയ വേദപുസ്തകത്തിന് പല വിവർത്തനങ്ങളും പല ഭാഷാന്തരങ്ങളും ഒക്കെ പലരും വ്യാഖ്യാനിച്ചതുണ്ട്.
ഞങ്ങൾ പ്രസംഗിക്കുന്ന വചന സത്യവേദ പുസ്തകമാണ്. സത്യവേദ പുസ്തകത്തിന് പുറത്തിട്ടുള്ള ചില പുസ്തകങ്ങളുണ്ട്. അത് കാണാതെ എഴുതി പഠിച്ച് പുസ്തകമൊക്കെ എഴുതി വെച്ചിരിക്കുക. ചിലരൊക്കെ കാണാതെ എഴുതി പഠിച്ചു വെച്ചിരിക്കുന്നവർ വളരെ കാര്യമായിട്ട് ഇതിന് വായിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു സഹോദരി ചോദിച്ചു, നിങ്ങൾക്കിത് വായിക്കുന്നവരും മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങളെല്ലാം എഴുതി പഠിക്കുക, ഞങ്ങൾ എഴുതി പഠിച്ചോളം പറയണം. ഞാൻ എഴുതി പഠിച്ചിട്ടുമില്ല മനസ്സിലായത്. അതെങ്ങനെയെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത്? എഴുതി പഠിച്ചോണ്ടിരിക്കുക അല്ലേ? അപ്പൊ അവര് ഒന്ന് രണ്ട് ഭാഗങ്ങൾ ഞാൻ ചോദിച്ചിട്ട് അവർക്ക് ആകെ പറയാനുള്ള യോസേപ്പ് ഓടിയതും അല്ലേലിയ ശിംശോന്റെ കാര്യങ്ങളും ഒക്കെ പറയാനുള്ളൂ. വേറെ നല്ല കാര്യങ്ങൾ ഉണ്ട് ഒരുപാട്, അതൊന്നും പറയാതെ. എഴുതി പഠിച്ചുകൊണ്ടൊന്നും ഇത് കാര്യമായില്ല പ്രിയരെ. സത്യവേദ പുസ്തകം മുഴുവൻ എഴുതി ഒരു പുസ്തകമാക്കി നിങ്ങൾ എടുത്തുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ സമയം ചെലവിച്ചുകൊണ്ടോ അതിനുവേണ്ടി നിങ്ങൾ പൈസ മുടങ്ങി പേപ്പറുകൾ ചെലവാക്കിയതുകൊണ്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് പേരും പ്രശസ്തി ഒന്നും കിട്ടിയാലും ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങളും പുരസ്കാരങ്ങളും കിട്ടുമായിരിക്കും വേദപുസ്തകം എഴുതിയതിന്റെ പേരിൽ. പക്ഷെ നിന്റെ ഹൃദയത്തിൽ യേശു സ്പർശിച്ചില്ലെങ്കിൽ നിനക്ക് ഈ ഭൂമി കിട്ടുന്ന പുരസ്കാരങ്ങളെല്ലാം ഒരുപിടി ചാരമായി മാറും. എഴുതി പഠിച്ചതുകൊണ്ടും വായിച്ചു പഠിച്ചതുകൊണ്ടും കാര്യമായില്ല. വിശുദ്ധ വേദപുസ്തകം, സത്യവേദ പുസ്തകം, കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗമരണം നിന്റെ ഹൃദയത്തിൽ സ്പർശിക്കണം. മരണസമയത്ത് അലറി വിളിച്ച് നിലവിളിച്ച് കരയേണ്ട സ്ഥാനത്ത് ആമി മൗനമായും ശാന്തമായും ഹല്ലേലൂയ ആമി സമാധാനത്തോടുകൂടി ക്രൂശിൽ നമുക്ക് വേണ്ടി ആ ക്രൂശ് മരണം ഏറ്റെടുത്തവൻ, നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തവൻ. ആ ശാന്തതയും മൗനവും സമാധാനമാണ് നിന്റെ ജീവിതത്തിൽ ആവശ്യം. ആ അനുഭവത്തിലേക്ക് നമുക്ക് വരണം. പ്രൈസലോ ഹല്ലേലൂയ. അല്ലാതെ വെറുതെ ക്രിസ്ത്യാനിത്വത്തിന്റെ മറവില് എന്തും ചെയ്തു കൂട്ടാൻ ഇടകരുത്. പലരും ക്രിസ്ത്യാനിത്വത്തിന്റെ മറവിൽ എന്തെല്ലാം ചെയ്തു കൂട്ടുന്നത്, എന്തെല്ലാം അകൃത്യങ്ങൾ പാപങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. അങ്ങനെയുള്ള കുടുംബങ്ങൾക്കകത്തൊന്നും ഒരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല. സമാധാനം വേണമെങ്കിൽ, സന്തോഷം വേണമെങ്കിൽ, സ്നേഹം വേണമെങ്കിൽ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രൈസ്. ഞാൻ ഒരിക്കൽ ഒരു ഭക്തനായ ദൈവദാസന്റെ ജീവിതത്തിന്റെ ശുശ്രൂഷ വേളകളിൽ അദ്ദേഹം കണ്ട ഒരു അനുഭവ സാക്ഷ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ട് ഞാനത് വായിക്കാൻ കാരണമായി. അത് വായിച്ചപ്പോൾ ഇങ്ങനെയാണ് കണ്ടത്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ അടുത്ത കാലത്ത് രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച ഒരു മേസ്തിരി, ഹല്ലേലൂയ ഹല്ലേലൂയ, ഒരു വലിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ജോലിക്കിടയിൽ അദ്ദേഹത്തിന്റെ കാൽ വഴുതി താഴേക്ക് വീഴുക. കാൽ വഴുതി താഴേക്ക് വീണ സന്ദർഭങ്ങളിൽ ഹല്ലേലൂയ ആ മനുഷ്യൻ താഴെ വീണ് മരിക്കും. ഇടയ്ക്കെങ്ങും ഒരു പിടുത്തമോ ഇടയ്ക്കെങ്ങും ഒരു കൈത്താങ്കലോ ഇല്ല, ആരും ഒന്നും സഹായിക്കാനുമില്ല. അങ്ങനെ കെട്ടിടത്തിന്റെ മുകളിൽ താഴേക്ക് വരുമ്പോൾ ആ താഴെ ഹല്ലേലൂയ ആ സ്ഥലത്തിന് ആട് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ മനുഷ്യനെ കെട്ടിടത്തിന്റെ ഉയരത്തിൽ നിന്ന് താഴേക്ക് വന്ന് വീണത് ഈ ആടിന്റെ മുകളിലേക്കാണ്. പ്രൈസ്. ആടിന്റെ മുകളിലേക്ക് ഈ മനുഷ്യൻ വീണപ്പോൾ എന്ത് ചെയ്തു? ആട് നിലം പതിച്ച് ഇദ്ദേഹത്തിന്റെ വെയിറ്റ് കൊണ്ട് ആട് ചത്തുപോയി, ചിതറിപ്പോയി. ഹല്ലേലൂയ. അയാൾ തറയിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റു. ആടിനെ നോക്കിയപ്പോൾ ആടിന് ആട് വളരെ പ്രയാസമേറിയ അനുഭവത്തിൽ ചിതറിക്കിടക്കുന്ന അനുഭവം, മരണത്തോട് മല്ലടിക്കുന്ന ആടിനെ കണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി, എനിക്കൊന്നും സംഭവിച്ചില്ല. ഈ കെട്ടിടത്തിന്റെ ഉയരത്തിൽ ഞാൻ താഴേക്ക് വീണപ്പോൾ ഈ ആടാണ് എന്നെ താങ്ങി നിർത്ത. ഈ ആടിന്റെ വീഴ്വഴി ഞാൻ വീണത് കൊണ്ടാണ് എനിക്കൊന്നും സംഭവിക്കാതിരുന്നത്. അതുകൊണ്ടാണ് എന്റെ രക്ഷയുടെ സന്തോഷത്തിൽ എനിക്ക് സന്തോഷിപ്പാൻ കഴിയുന്ന കാരണം എന്റെ കർത്താവ് അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ എനിക്ക് വേണ്ടി ക്രൂശിൽ പരമയാഗമായി മാറിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. എനിക്ക് ഈ രക്ഷ കിട്ടിയത്, എനിക്ക് ഈ സൗഖ്യം കിട്ടുന്നത് അദ്ദേഹത്തിന് മനസ്സിലൊന്നുകൂടി ചിന്തിപ്പാൻ കഴിഞ്ഞു. പ്രൈസ്. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, എന്നെ കേൾക്കുന്ന പ്രശ്നേഹിത, അനവധി അപകടങ്ങളിലൂടെ, അനർത്ഥങ്ങളുടെ പ്രതിസന്ധികളിലൂടെ നീ കടന്നുപോയിട്ടില്ലേ? അനവധി പ്രശ്നങ്ങളെ നീ നേരിടേണ്ടി വന്നിട്ടില്ലേ? മരണം നിന്റെ മുമ്പിൽ വന്ന സമയങ്ങളില്ലേ? മരണമണി നിന്റെ കാതുകൾ കേട്ട സമയമില്ലേ? അല്ലേരി അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നീ ലോകത്തു നിന്ന് മാറ്റപ്പെടാതിരുന്നതിന്റെ കാരണം നിനക്ക് വേണ്ടി ക്രൂശിൽ പരമയാഗമായി തീർന്ന, നിനക്ക് വേണ്ടി ആർക്കപ്പെട്ട കുഞ്ഞാട് നിന്റെ കരങ്ങളിൽ വഹിച്ചതുകൊണ്ടാണ്. അല്ലേരിയ. യേശു നിന്റെ കരങ്ങളിൽ വഹിച്ചത് കൊണ്ടാണ് നീ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്.
രക്തം ചെയ്യും. പണ്ടേ നിന്റെ പേര് പോലും ഈ ഭൂമി നിന്ന് മാഞ്ഞു പോയത്. മണ്ണിനിരയായി തീരേണ്ട സ്ഥാനത്ത്, ക്രമീകരിച്ചു പോകേണ്ട സ്ഥാനത്ത് ഇന്ന് നീ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവകൃപയാകട്ടോ. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നുവെങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ സ്നേഹവും ശാന്തതയും മൗനതയും അവന്റെ സമാധാനവും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്ത്യാനിത്വം തുടരാൻ പറ്റത്തുള്ളൂ. യേശുവിന്റെ ക്രൂശ് മരണം നമ്മുടെ ഹൃദയം കൊണ്ട് സ്പർശിക്കണം. അല്ലേ? അതൊരു ആഘോഷമല്ല, നമ്മുടെ ഹൃദയത്തിൽ സമാധാനം തരുന്നതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. 50 ദിവസം നോമ്പെടുത്തിട്ട് 50ാമത്തെ ദിവസം അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതല്ല യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുക എന്നുള്ളതാണ്. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ കാത്തു സൂക്ഷിച്ചത് കുഞ്ഞാടായിരുന്നു എന്ന് ഉണർന്ന അദ്ദേഹം ദൈവത്തെ സ്തുതിച്ചു. ആ കുഞ്ഞാടായ ക്രിസ്തുവിന്റെ മേൽ ആമീൻ ഞാൻ വീണതെന്ന് അദ്ദേഹത്തെ മനസ്സിലായി. ഉയരത്തിന് വീണ മേശരിക്ക് മനസ്സിലായി, എന്നെ കാത്തു സൂക്ഷിച്ചത് ഈ കുഞ്ഞാടാണ്. ആമീൻ ഈ കുഞ്ഞാടിന്റെ മേൽ വീണത് കൊണ്ടാണ് എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. അതുപോലെ തന്നെയാണ് കർത്താവ് കാൽവരിയിൽ എനിക്ക് വേണ്ടി ഇറക്കപ്പെട്ട കുഞ്ഞാടായി മാറിയത് കൊണ്ടാണ് എനിക്ക് രക്ഷ കിട്ടിയതെന്ന് ആ മേസ്തിരിക്ക് മനസ്സിലായി. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, അല്ലേലൂയ സ്തോത്രം, അല്ലേലൂയ കാണാൻ കഴിയുന്നത് യെശയ്യാ 53-ാമത്തെ 12-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലേലൂയ. അതുകൊണ്ട് അവന് മഹാന്മാരോട് കൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോട് കൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിൽ ഒഴുക്കിക്കളയും. അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്കു വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യാകിയാൽ തന്നെ. അല്ലേ? മനുഷ്യൻ മനസ്സിലായി, എന്റെ പാപം വഹിച്ചത് യേശു കർത്താവാണ്. പാപിയായ മനുഷ്യൻ, പാപത്തിൽ ജീവിച്ച മനുഷ്യന് രക്ഷ കിട്ടിയത് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിലൂടെയാണ്. ഒരു പാപിക്ക് രക്ഷ വേണമെങ്കിൽ, പാപിക്ക് പാപമോചനം വേണമെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തെ നമ്മൾ വിശ്വസിക്കുകയും ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുകയും ചെയ്യാം. അല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്തു? സ്തോത്രം. നമ്മുടെ പാപങ്ങൾ യേശുക്രിസ്തു വഹിച്ചു. മാത്രമല്ല നമ്മുടെ അക്രമങ്ങളെ അവൻ ചുമന്നു. നമ്മുടെ അക്രമങ്ങളെ അല്ലേലൂയ അവൻ ചുമന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 6-ാം വാക്യം വായിക്കും കാണുന്നത്, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം കർത്താവ് യേശുക്രിസ്തുവിനെ ചുമത്തി എന്ന് പിതാവ്. അല്ലേലൂയ. നമ്മുടെ പാപങ്ങൾ മുഴുവൻ യേശു ഏറ്റെടുത്തമ്മ. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവ്, യേശുവിന്റെ ക്രൂശീകരണം നിന്റെ ഹൃദയത്തിൽ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? ഇതൊക്കെ 2025 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ആ കഷ്ടാനുഭവത്തെ നിന്റെ ഹൃദയത്തിൽ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്, എത്രമാത്രം നിന്റെ ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുണ്ട്? യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ ക്രൂശീകരണം, അവന്റെ യാഗം, ആ ക്രൂശിലെ കഷ്ടാനുഭവം നിന്റെ ഹൃദയം കൊണ്ട് സ്പർശിച്ച വ്യക്തിയാണെങ്കിൽ ലേഡിയ, നിന്നിൽ കർത്താവ് മാത്രമേ കാണത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നീ യേശുവിനെ അനുഗമിക്കുന്നവളായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം കൊണ്ട് അമ്മ യേശുവിനെ സ്വീകരിക്കണം. ലേഡിയ. ഇവിടെ നമ്മുടെ അതിക്രമങ്ങളെ അക്രമങ്ങളെ അകത്യങ്ങൾ ചുമന്നു എന്ന് കാണും. നമ്മുടെ അല്ലിയ സ്തോത്രം, അല്ലിയ വേദനകളെ അവൻ ചുമന്നു എന്ന് വേദപുസ്തകം കാണുക. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. സ്തോത്രം. അവിടെ ദൈവജനം പറയുന്നത് സ്തോത്രം, അല്ലിയ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അല്ലിയ 53-ാം അധ്യായം 4-ാം വാക്യം വായിക്കുകയാണ് കാണുന്നത്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നുവെന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. അതെ, നമ്മുടെ വേദനകളെ കർത്താവ് ചുമന്ന് കേട്ടോ. എന്നെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, ഹല്ലേലൂയ, ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ക്രിസ്തു കാൽവരി ക്രൂശിൽ പാപങ്ങളെയും രോഗങ്ങളെയും വഹിച്ചതായി ചിലർ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ക്രിസ്തു ദീനക്കാരുടെ രോഗം സൗഖ്യമാക്കിയപ്പോൾ ഈ വേദഭാഗം നിറവേറിയതായി മത്തായി 8:17 വായിച്ച കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ 1 പത്രോസ് ലേഖനം 2:24 ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി എന്ന് പറയുന്നത്, അല്ലേലൂയ, യേശു അല്ലേലൂയ
ഈ ഭൂമിയിലായിരുന്നപ്പോൾ മാനവകുലത്തിന്റെ മുഴുവൻ പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും മാനവകുലത്തെ മുമ്പോട്ട് വിടാൻ കഴിയാത്ത പാപത്തിന്റെ അധീനയിൽ അമർത്തി വെച്ചിരുന്ന സകല ബന്ധനങ്ങളിൽ നിന്നും യേശു നമ്മെ വിടുവിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നമ്മൾ യേശുക്രിസ്തു സ്വതന്ത്രനായിരിക്കണം. യേശുക്രിസ്തു സ്വതന്ത്രമായി നിൽക്കുന്നെങ്കിൽ മാത്രമേ സമാധാനപരമായ ജീവിതം നയിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഹൃദയം കലങ്ങി നൊമ്പരത്തൂടെ വേദനയുടെ കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന അനവധി ആളുകൾ ഇതുകൊണ്ട്. ക്രൈസ്തവ വിശ്വാസത്തിൽ ഇന്നും അനവധി ആളുകൾ കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുന്നു. ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുന്ന പലരും ദുഃഖത്തിന്റെ കരിനിഴലില്ല. യേശുക്രിസ്തുവിനെ അമയള്ളി ഹൃദയം കൊണ്ട് സ്വീകരിച്ച പലരും നൊമ്പരത്തിലാണ്. ക്രിസ്തു ഭക്തന്മാരെന്ന് പറയുന്ന പലരും വേദനയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്പർശിക്കാൻ കഴിയാത്തത് കൊണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹം ഹൃദയത്തിൽ നിറയാത്തത് കൊണ്ട് പലർക്കും ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും, പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, ഹല്ലേലൂയ, ജീവിതത്തിൽ മരണകരമായ അനുഭവങ്ങൾ കടന്നു വന്നാലും യഥാർത്ഥത്തിൽ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ അതിനെ ജയിക്കും, രക്തജയം. ഹല്ലേലൂയ. വീണടത്ത് കിടന്നുരുളാതെ, ഹല്ലേലൂയ, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുന്നു പറഞ്ഞതുപോലെ പറയാതെ ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ വസിക്കട്ടെ. യേശു നിന്റെ ഹൃദയത്തിൽ വസിക്കട്ടെ. നിന്റെ ഹൃദയം വിശാലമായി യേശുവിന് തുറന്നു കൊടുക്കണം. നിന്റെ ഹൃദയത്തിനകത്ത് ഹല്ലേലൂയ ഇരിക്കുന്ന കരിമരുന്ന് പോലെയുള്ള സാധനങ്ങളെ നീ എടുത്ത് പുറത്തു കളയണം. പ്രൈസ് ദി ലോർഡ്. പലരുടെയും പുറമേയുള്ള സംസാരം, പുറമേയുള്ള രീതികളും, പുറമേയുള്ള എല്ലാ വർത്തമാന ഇടപെടലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ വിശുദ്ധിയുടെ അനുഭവമാണ്, വളരെ ഭക്തിയുടെ വേഷമാണ്. പക്ഷെ അവരുടെ ഹൃദയത്തിനകത്ത് കരിമരുന്ന് ഇരിക്കുന്നെന്ന് അവർ പോലും തിരിച്ചറിയുന്നില്ല. അവരുമായിട്ട് സംസാരിക്കുമ്പോഴാണ്, ഇടപെടുമ്പോഴാണ് അവരുടെ ഹൃദയത്തിലെ കരിമരുന്ന് പോലെയുള്ള അനുഭവം പുറത്തേക്ക് വരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തു ഭക്തൻ എന്ന് പറയുന്നത് കഷ്ടതയുടെ, സങ്കടത്തിന്റെ, ദുരിതത്തിന്റെ, ദുഃഖത്തിന്റെ, കണ്ണുനീരിന്റെ, വേദനയുടെ ഏത് സാഹചര്യത്തിലായിരുന്നാലും, ഞെരുക്കത്തിന്റെ, ദാരിദ്ര്യ പട്ടിണിയുടെ നടുവിലെത്തിയാലും അവന്റെ ഹൃദയത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹം നിറഞ്ഞിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതിനേക്കാൾ നമ്മൾ അപ്പോസ്തലനായ പൗലോസിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ജീവിതത്തിൽ കടന്നുപോയ പ്രതിസന്ധികൾ വേദപുസ്തകം എണ്ണമിട്ട് പറയുന്നുണ്ട് പൗലോസിനെ കുറിച്ച്. പൗലോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അത്രമാത്രം പ്രതികൂലത്തിന്റെ നടിയിലൂടെ പൗലോസ് കടന്നുപോയപ്പോഴും പൗലോസിന്റെ ഹൃദയം വേദനിച്ചില്ല, പൗലോസ് ഭാരപ്പെട്ടില്ല, യേശുവിനെ തള്ളിപ്പറഞ്ഞില്ല, നിന്ദിപ്പറഞ്ഞില്ല, സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോയില്ല. പൗലോസ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന് ആർ വിടുവിക്കുമെന്നാണ് ചോദിച്ചത്. ഹല്ലേലൂയ. അപ്പം പൗലോസിന്റെ ഹൃദയത്തിനകത്ത് യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം, ആ യാഗപീഠത്തിലെ ആ യാഗം, കഷ്ടാനുഭവം, യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവിത ശുശ്രൂഷയിലും പൗലോസിന്റെ ഹൃദയത്തെ സ്വാധീനിച്ചിരുന്നു, സ്പർശിച്ചിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് അതിനെല്ലാം തരണം ചെയ്തത്. ഹല്ലേലൂയ. നമുക്ക് തരണം ചെയ്യാൻ കഴിയാത്തത് നമ്മൾ ഈ പിറുവിറുക്കുന്നതിന്റെ കാരണം എന്താ? ക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ വന്നിട്ടില്ലെന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ വന്നാൽ നാം ഒരിക്കലും പിറുവിറുക്കത്തില്ല, രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ചിലർക്ക് ഞാൻ മനുഷ്യനായിട്ട് ജീവിക്കും പിറുവിറുപ്പൊക്കെ, മനുഷ്യനായിട്ട് ജീവിച്ചോലെ പിറുവിറുപ്പൊക്കെ വന്നു. പക്ഷെ മനുഷ്യനായിട്ട് ജീവിക്കും പിറുവിറുപ്പൊക്കെ വന്നാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നീ പുറകോട്ട് പോകരുത്. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കണം. അല്ലേ? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞേ, ഇരിക്കും മരിക്കുന്ന ലാഭവും ജീവിക്കുന്ന ക്രിസ്തു എന്നൊക്കെ പൗലോസ് പറഞ്ഞത്. ദേവിയ. അപ്പൊ ജീവിതത്തിന്റെ ഏതു മേഖലകളിലും ക്രിസ്തു നിറഞ്ഞു നിൽക്കണം. അതാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ രോഗങ്ങളെ അവൻ ചുമന്നു എന്ന് അല്ലെങ്കിൽ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നത്. നമ്മുടെ രോഗങ്ങളെ അവൻ ചുമന്നു മത്തായി 8:17 വായിക്കുക. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. സ്തോത്രം. മത്തായി സുവിശേഷം 8:17. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ രോഗങ്ങളെ അവൻ ചുമന്നു. അതേപറ്റി നമ്മുടെ രോഗങ്ങളെ ചുമന്നത് യേശു കർത്താവ് തന്നെയാണ്. ഹല്ലേലൂയ. 8:17 വാക്യം ഇവിടെ ഉപയോഗിക്കുന്നത്, അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അല്ലേ 1 തൊട്ട് 17 വാക്യങ്ങളിൽ ഒന്നാമത്തെ അത്ഭുതത്തിനകത്ത് കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കുന്നു, രണ്ടാമത്തേത് ശതാധിപന്റെ മകൻ ദാസനെ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. മൂന്നാമത്തേതിൽ വീണ്ടും ആമീൻ തൊട്ട് തന്നെ സൗഖ്യമാക്കുന്ന അനവധി ശുശ്രൂഷകൾ നാലാമതായി വരുമ്പോൾ രോഗികളുടെ നടുവിൽ
കർത്താവിന്റെ അല്ലെങ്കിൽ മഹനീയ സാന്നിധ്യം വെളിപ്പെടുകയാണ്. രോഗികളെ സൗഖ്യമാക്കുന്നത് യേശുക്രിസ്തുവിന്റെ പ്രധാനമായ ഒരു ശുശ്രൂഷയായിരുന്നെന്ന് മത്തായി വിവരിക്കുകയാണ്. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകളിൽ അതിപ്രധാനമായ ഒരു ശുശ്രൂഷയായിരുന്നു രോഗികളെ സൗഖ്യമാക്കുക എന്നുള്ളത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ശാന്തമായ അന്തരീക്ഷത്തിൽ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നീ ഏതെങ്കിലും മാരകമായ രോഗത്തിന് അധീനതരായി നീ കിടക്കുകയാണെങ്കിൽ, രോഗം നിന്നെ കാർന്നെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, പല ഡോക്ടർമാരാലും ചികിത്സിച്ചിട്ടും കയ്യിലുള്ളതൊക്കെ മുടക്കി ചെലവഴിച്ചിട്ടും പല വൈദ്യന്മാരെ നീ കണ്ടിട്ടും മെഡിസിൻ പലതും മാറി മാറി കഴിച്ചിട്ടും നിനക്ക് സൗഖ്യമില്ലാതെ രോഗത്തിന്റെ നദിയിലാണെങ്കിൽ, പരിശുദ്ധാത്മാവ് പറഞ്ഞ ശക്തമായ ദൂത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം, കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം, കർത്താവിന്റെ ഈ ലോകത്തിന്റെ ശുശ്രൂഷന്റെ ഹൃദയത്തിൽ സ്പർശിക്കുന്നെങ്കിൽ, അല്ലേലിയ, ഗിലെയാദിന്റെ വൈദ്യനായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, ഗിലെയാദിന്റെ സുഗന്ധ തൈലമായിരിക്കുന്ന കാൽവരിയിൽ നമുക്ക് വേണ്ടി ഒഴുകപ്പെട്ട ക്രിസ്തുവിന്റെ രക്തം നിന്റെ സകല രോഗത്തിനും മതിയായത്. ആ യേശുവിന്റെ യാഗമരണവും യേശുവിന്റെ ക്രൂശിലെ രക്തവും നിന്റെ സൗഖ്യത്തിന് കാരണമായി തീരും. ഹല്ലേലൂയ. അപ്പൊ യേശുവിനെ എത്രമാത്രം വിശ്വസിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്റെ പ്രസംഗം കൊണ്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് കൊണ്ടോ നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിന്റെ സ്നേഹം എത്രമാത്രം വളരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ ഹൃദയം നിറച്ച് യേശുവിന്റെ സ്നേഹമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയം നിറച്ച് യേശുവിന്റെ സ്നേഹം, നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞ് യേശു വാസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിനകത്ത് മുള്ളും പറക്കാരിയും യേശുവിനും കൂടെ വസിക്കാൻ പറ്റത്തില്ല. ലോകത്തിന്റെ ചിന്തകളും ലോകത്തിന്റെ മോഹങ്ങളും ഇവിടുത്തെ സുഖസൗകര്യങ്ങളും ഇവിടുത്തെ ഭൗതിക ലൗകിക ലൈംഗിക സുഖങ്ങളും എല്ലാം നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് യേശുവിനെ കൂടെ സേവിക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒന്ന് കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവിന് നമ്മുടെ ഉള്ളിൽ വസിപ്പാൻ നമ്മൾ നമ്മുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കണം. മാലിന്യങ്ങളെ മുഴുവൻ വലിച്ചെറിയണം. അല്ലെങ്കിൽ മാലിന്യങ്ങളെ മുഴുവൻ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയണം. അല്ലേലിയ. എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്റെ ജീവിതത്തിലെ ക്രമം കെട്ട ജീവിതം, ദൈവഹിതമല്ലാത്ത നിന്റെ സ്വഭാവം, ലേലിയ, വചനവിരുദ്ധമായ എന്റെ ഇടപാടുകൾ, ലേലിയ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗമരണത്തിൽ നിന്നിനെ അകറ്റിക്കളയുന്നതിന്റെ ജീവിതത്തിന്റെ പാപ സ്വഭാവങ്ങൾ, അങ്ങനെയുള്ള സകലത്തെയും നിന്നിൽ നിന്ന് അകറ്റിക്കളഞ്ഞ് അരിയെടുത്ത് പുറത്തു കളയണം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്നേഹം നിന്റെ ഉള്ളിൽ നിറയണം. പ്രൈസ് ദി ലോർഡ്. പണ്ടേ നിന്റെ മരണം മുമ്പിൽ വന്നതാ. സാത്താൻ നിന്റെ മരണത്തിന് നിന്റെ ആത്മാവിനെ എടുക്കാൻ വന്നതാ. പക്ഷെ ദൈവം നിന്നെ ഇപ്പോഴും നിർത്തിയിരിക്കുന്നത്, കരുണ കാണിച്ചത് നീ ഒന്ന് മടങ്ങി വരാൻ വേണ്ടിയിട്ടാ. രക്തം ചെയ്യും. ഒരു മടങ്ങി വരുമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മടങ്ങി വരാൻ മനസ്സുണ്ടോ? പണ്ടത്തെ ഇപ്പോൾ ഒരു നല്ല കാലം ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുമ്പോൾ, ഇന്നലകളിൽ നീ യേശുവിന്റെ സ്നേഹം അനുഭവിച്ച വ്യക്തിയാണെങ്കിൽ, നിന്റെ ജീവിതത്തിനകത്ത് വന്ന പാപ സ്വഭാവങ്ങളെ പൂർണ്ണമായി നീ ഉപേക്ഷിച്ചിട്ട് ഹല്ലേലൂയ മടങ്ങി വരണം. കാരണം നീ മടങ്ങി വന്നില്ലെങ്കിൽ, യേശുവിന്റെ മടങ്ങി വരവിൽ നീ കർത്താവിനോട് ചേരത്തില്ലെന്നാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, മടങ്ങി വരവിന് വേണ്ടി നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ വേണ്ടിയിട്ട് ദൈവം നിനക്ക് സമയം തരുമ്പോൾ നീ അത് കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോയാൽ, യേശുവിന്റെ മടങ്ങി വരവെങ്കിൽ മധ്യാകാശ വരവിൽ നീ തള്ളപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരാ. നിലയിലെ കയറ്റിൽ നിങ്ങൾ മുങ്ങുന്നവരാ. ജീവിതം തന്നെ നിരാശയില്ല, സങ്കടത്തിലെ, കണ്ണുന്നില്ല. എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് അറിയില്ല. മരിച്ചാൽ മതി എന്ന് ചിന്തിച്ചിരിക്കുന്ന അനവധി ആളുകളുണ്ട്. ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന പലരുമുണ്ട്. പലരും ആത്മഹത്യകൾ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടൊന്നും നിന്റെ ജീവിതത്തിന് സ്വസ്ഥത കിട്ടത്തില്ല. ദൈവത്തെ കൂടാതെ നിന്റെ ജീവിതത്തെ നീ അവസാനിപ്പിക്കുമ്പോൾ, ദൈവത്തെ കൂടാതെ നിന്റെ ജീവിതത്തെ നീ നഷ്ടപ്പെടുത്തുമ്പോൾ, നിന്റെ ജീവനെ നഷ്ടപ്പെടുത്തുമ്പോൾ, ആ ക്ഷണത്തിൽ നരകത്തിലേക്ക് പോവുകയാണ്. നിന്റെ ആത്മാവ് നരകത്തിലേക്ക് എത്തിയ അവിടെ കാമയിലെ പല്ലുകടിയും കരച്ചിലുവാ. അല്ലേലൂയ. നരകയാതനയാ. കെടാത്ത തീ, ചാകാത്ത പുഴുവുള്ള ആ കഠിനമായ അനുഭവത്തിലേക്ക് നിങ്ങൾ പോവുകയാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, യേശുവിന്റെ സ്നേഹം നിന്റെ ഹൃദയത്തിൽ, എന്നെ കേൾക്കുന്ന യുവാക്കന്മാരുടെ യേശുവിന്റെ സ്നേഹം നിന്റെ ഹൃദയത്തിനകത്ത് സ്പർശിക്കട്ടെ. യേശുവിന്റെ സ്നേഹം, കർത്താവായ യേശുവിന്റെ ക്രൂശിലെ യാഗമരണം നിന്റെ ഹൃദയത്തിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ നിന്റെ ഉള്ളിൽ പാപ സ്വഭാവങ്ങൾ വളരത്തില്ല. പ്രൈസ് ദി ലോർഡ്.
നമ്മുടെ ഉള്ളിൽ കുമിഞ്ഞു കൂട്ടിക്കിടക്കുന്ന സകല മാലിന്യങ്ങൾ ഞാൻ എല്ലാ ദിവസവും പറയുന്നതാ. മദ്യവും മയക്കുമരുന്നും പാനശാലകളും ലഹരികളും ചൂതാട്ടങ്ങളും ജട്ടികതയും വ്യഭിചാരവും പരസംഗവും അശുദ്ധിയും ദുഷ്കാമങ്ങളും ഇവിടുത്തെ കൈക്കൂലി അഴിമതി കരിഞ്ചകന്ത കുഴിത്തുവെപ്പ് എന്തു വേണ്ട സകല ഇത്യാദികളും കൂടോത്രങ്ങളും തന്ത്രങ്ങളും മന്ത്രവാദങ്ങളും ശൂദ്രങ്ങളും തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും വർഗീയത അടക്കമുള്ള സകല ജടികമായ സ്വഭാവങ്ങൾ ഇതിന്റെ ഉള്ളിൽ നീ പുറത്തു കളയണം. പ്രൈസ്. രാത്രി കൂടി ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഹൃദയം നിറഞ്ഞ് കവിയുന്നൊരു വായി സംസാരിക്കുന്ന യേശു പറഞ്ഞിട്ടുണ്ട്. ഹൃദയം നിറഞ്ഞ് സംസാരിക്കുന്ന വഴി യേശുവിനെ കുറിച്ചായിരിക്കണം. ഹൃദയം നിറഞ്ഞ് സംസാരിക്കുന്ന വഴി ക്രിസ്തുവിന്റെ സ്നേഹമായിരിക്കണം. എന്നെ കേൾക്കണം മാതാവി പിതാവി, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനും മാതൃകയായിരിക്കണം. എന്തുകൊണ്ടാണെന്ന് കുടുംബത്തിനകത്ത് സമാധാനമില്ലാതെ സന്തോഷമില്ലാത്തവർ, മക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും പാനശാലകൾക്കും അടിമകളായി ലഹരിക്കടിമകളായി സ്കൂൾ കോളേജ് ക്യാമ്പസുകളെ അടിയുണ്ടാക്കുന്നത്, പുറത്തുപോയി അടിയുണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കാതെ നിങ്ങൾ മക്കളെ വളർത്തിക്കൊണ്ടാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ച് നിങ്ങളുടെ മക്കളെ മാന്യമായ രീതിയിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണവും യേശു ക്രിസ്തുവിന്റെ കഷ്ടതയും കഷ്ടപ്പാടുകളും, യേശു എന്തിനു വേണ്ടി ഭൂമി വന്ന് എന്തിനു വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തേണ്ടി സ്വർഗാരോപണം ചെയ്ത് ഇപ്പോൾ യേശു എന്തു ചെയ്യുന്നതൊക്കെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചതെങ്കിൽ അവൻ പാപത്തിലേക്ക് പോകത്തില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചത്? എന്താണ് നിങ്ങൾ മക്കൾക്ക് നിങ്ങൾ വീട്ടിൽ കാണിച്ചു കൊടുത്ത സ്വഭാവം? കുട്ടികൾ നശിക്കുന്നതിന്റെ 99% മാതാപിതാക്കളാണ്. കുട്ടികൾ നശിക്കുന്നതിന്റെ 99% മാതാപിതാക്കൾ. കാരണം മാതാപിതാക്കൾ നാട്ടിൽ കിടക്കുന്ന കാമയെല്ലാം വിഷവും വീട്ടിൽ വാങ്ങിക്കൊണ്ട് വെക്കും. വിഷവുമായി കണ്ട് കഞ്ചാവും വാങ്ങിക്കുന്ന ലഹരിയൊക്കെ വാങ്ങി കൊണ്ടുവന്ന് വീട്ടിനകത്ത് കൊണ്ടുവച്ച് കുടിക്കുക. കൂട്ടുകാരെ കൂട്ടി കുടിക്കുക, വീട്ടുകാരെ കൂട്ടി ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഒന്നിച്ചെന്ന് കുടിക്കുക. അപ്പൻ മക്കളുടെ മുമ്പിൽ വലിയ സിഗരറ്റും വലിയ പുകയിലൊക്കെ തിന്നും വലിച്ചു കാണിക്കുക. അങ്ങനെ അത് കണ്ട് വളരുന്ന നിങ്ങളുടെ മക്കൾ അവർ സ്വയം കാലിൽ നിൽക്കാനാകുമ്പോൾ നിങ്ങളെ ബഹുമാനിക്കാതെ, നിങ്ങളെ അനുസരിക്കാതെ വരും. അവിടെ നിങ്ങളുടെ മക്കളുടെ നാശം നിങ്ങൾ തന്നെയാണ് കാണിച്ചു വെച്ചത്. അയലത്തെ വീട്ടിലെ കൊച്ചിനെ കുറിച്ചോ, അയലത്തെ വീട്ടിലെ ചെറുക്കനെ കുറിച്ചോ, അവിടുത്തെ വീട്ടിലെ പിള്ളേരെ കുറിച്ചോ നീ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ മക്കൾ നശിച്ച് നീയാ കാരണം. പ്രൈസോ. നിന്റെ മക്കൾക്ക് നീ നല്ല മാതൃകയുള്ള ജീവിതം കാണിച്ചു കൊടുക്കുക. നിന്റെ കുടുംബത്തിനകത്ത് ക്രിസ്തുവിന്റെ സ്നേഹം നിറഞ്ഞ് നിന്റെ കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ യേശുവിനെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ച്, യേശുവിന്റെ ഉപദേശം പറഞ്ഞ് പഠിപ്പിച്ച്, കർത്താവ് യേശുവിന്റെ ക്രൂശിലെ കഷ്ടാനുഭവത്തെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് അവരെ നേരായ പാതയിലൂടെ വളർത്ത്. അതിന് നിങ്ങളുടെ ഉല്ലാസം ദൈവസ്നേഹം സ്പർശിക്കണം. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ മക്കളെ അത് പഠിപ്പിക്കത്തുള്ളൂ. അല്ലാതെ ഇവിടുത്തെ ബീവറേജുകാരനെയും ഇവിടുത്തെ കള്ളുഷാപ്പുകാരനെയും ഇവിടുത്തെ ലഹരി പദാർത്ഥക്കാരനെയും ചൂതാട്ടക്കാരനും സകല അശുദ്ധമായി ജീവിക്കുന്നതിനും നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ച് അവരെ ചുമന്നുകൊണ്ട് നടന്നാൽ നിങ്ങൾ നാറും. അല്ലേരിയ. ഒരു പഴഞ്ചൊല്ലുണ്ട്, ഞാനത് പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ചുമന്നുകൊണ്ട് നടന്നാൽ നിങ്ങൾ നാറും. അല്ലേരിയ. നീ ലോകത്തെ ചുമന്നുകൊണ്ട് നടക്കരുത്, ലോകത്തെ നീ ചുമക്കരുത്. ലോകക്കാരെ നീ ചുമന്നുകൊണ്ട് നീ നാറും. പക്ഷേ ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നു, ക്രിസ്തു നമ്മുടെ അകൃത്യങ്ങളെ ചുമന്നു, അവൻ നമ്മുടെ വേദനകളെ ചുമന്നു. അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ അകൃത്യയാഗമായി മാറി, പരമയാഗമായി മാറി. ആ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗമരണം, ക്രൂശിലെ കർത്താനുഭവം, അതിനെ നിന്റെ ഹൃദയത്തിൽ നീ ചുമന്നുകൊണ്ട് നടക്കണം. ഹൃദയത്തിൽ യേശു നിറയട്ടെ. അങ്ങനെ നിന്റെ ഹൃദയത്തിൽ യേശു ഉണ്ടെങ്കിൽ നീ വളർത്തിയെടുക്കുന്ന നിന്റെ മക്കളും ആ ദൈവസ്നേഹത്തെ വളരും. അങ്ങനെയുള്ള ഒരു അനവധി കുടുംബങ്ങളുണ്ട്. അങ്ങനെയുള്ള അനവധി കുടുംബങ്ങളുണ്ട്. കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന അനവധി ആളുകളുണ്ട്. ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അനവധി ആളുകൾ എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിച്ച് അവരുടെ സങ്കടങ്ങൾ, വേദന, ദുഃഖങ്ങൾ പറഞ്ഞ് പലർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം അവരുടെ എല്ലാം ഹൃദയത്തിൽ വേദന, നൊമ്പര, സങ്കടം, അവരുടെ വിഷയങ്ങൾ അത്രമാത്രം അവർ അത് ദൈവത്തിനെ വെച്ച് പ്രാർത്ഥിച്ച് അതിന് മറുപടി കാണാൻ ആഗ്രഹിക്കുന്ന പല മാതാപിതാക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കാരണമായി. ചിലരെക്കുള്ളിൽ ക്രിസ്തുവിന്റെ സ്നേഹം ഉണ്ട് കേട്ടോ, അവരൊക്കെ കർത്താവിന് വേണ്ടി നിൽക്കുന്നുണ്ട്. എന്നാൽ യേശു ക്രിസ്തു ഹൃദയത്തിൽ സ്പർശിക്കാത്ത, യേശുവിന്റെ സ്നേഹമില്ലാത്ത പലരും ഈ ലോകത്തിന് താളടികളായി നടക്കുകയാണ്. അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാപിതാ, നിങ്ങൾ ദൈവസ്ഥയിലേക്ക് മടങ്ങുകയാണ്. ഇവിടെ നമ്മുടെ ശാപങ്ങളെ അവൻ ചുമന്നു എന്ന് ഗലാത്യലേഖനം 3:13 കാണുന്നുണ്ട്. നമ്മുടെ ശാപങ്ങളെ ആര് ചുമന്നു? യേശു ചുമന്നു.
ഗലാത്യലേഖനം 3:13 കാണുന്നത്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മെ വിലയ്ക്ക് വാങ്ങി എന്ന് അവിടെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടി യേശു ശാപമായി തീർന്നു. നമ്മുടെ ശാപങ്ങളെ നീക്കുവാൻ വേണ്ടി യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ ശാപമാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, മരത്തിന്മേൽ തൂങ്ങി മരിക്കുന്നവൻ ശാപഗ്രസ്തനാണെന്ന് ആവർത്തന പുസ്തകം 21:23 പറയുന്നുണ്ട്. ക്രൂശീകരണ യഹൂദന്റെ വധശിക്ഷ രീതിയല്ല, അത് റോമൻ ഭരണത്തിന് കീഴിലുള്ളതാണ്. എന്നാൽ യഹൂദന്മാർ കൊല്ലപ്പെട്ടവനെ ശപിക്കപ്പെട്ടവനായി കാണിക്കാൻ വേണ്ടി ചിലപ്പോൾ മരത്തിന്മേൽ തൂക്കുമായിരുന്നു. മോശ ശപിക്കപ്പെട്ടവനെ കുറിച്ച് എഴുതിയത് അതുകൊണ്ടാണ്. മോശ ശപിക്കപ്പെട്ടവനെ കുറിച്ച് എഴുതിയത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശി മരണത്തിലൂടെ നിറവേറുകയായിരുന്നു. കർത്താവിന്റെ ക്രൂശിന്മേൽ തൂങ്ങിയുള്ള ആ ശാപമരണം അല്ലയ്യ പാപപരിഹാരാർത്ഥം പാപിക്ക് വേണ്ടി ഉള്ളതാണെന്ന് നമ്മൾ വിശ്വസിക്കണം. കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശിന്മേലുള്ള തൂങ്ങി മരണം പാപിയായ നമ്മുടെ ശാപത്തിങ്കിലായിരുന്നു നമ്മുടെ പാപത്തിന് പരിഹാരമായി, ശാപത്തിന് പരിഹാരമായി യേശു നമുക്ക് വേണ്ടി ശാപമാക്കപ്പെട്ടു, ശാപമായി തീർന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി, നിന്റെ അകൃത്യങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു നിന്റെ ജനനത്തിന് മുമ്പേ, നീ ഭൂമി പിറക്കുന്ന മുമ്പേ നിനക്ക് വേണ്ടി അവൻ ക്രൂശിൽ യാഗമായി, പരമയാഗമായി തീർന്നു. അവൻ നിനക്ക് വേണ്ടി എന്റെ ശാപങ്ങളെ മുഴുവൻ ഏറ്റെടുത്തു. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിനെ നീ വിശ്വസിക്കുമ്പോൾ നിന്റെ മേലുള്ള ശാപങ്ങളും പാപങ്ങളും രോഗങ്ങളും മാറുക, നീ ക്രിസ്തുവിൽ സ്വതന്ത്രമായി മാറുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ആരെങ്കിലും കഷ്ടതയുടെ, നൊമ്പരത്തിന്റെ, ദുഃഖത്തിന്റെ നിലയിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും പാപ സ്വഭാവത്തിന് നീ അടിമയാണെങ്കിൽ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാ, അതിനെ നീ പുറത്തെടുത്ത് കളയുന്നെങ്കിൽ, ക്രിസ്തുവിനെ എന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നെങ്കിൽ, ഇന്ന് നീ അനുഭവിക്കുന്ന സകല കഷ്ടതകൾക്കും യേശു പരിഹാരം നൽകും. ഹല്ലേലൂയ. ആമേൻ. നീ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഹൃദയം വിട്ടുകൊടുത്ത് യേശുവിനെ ഹൃദയത്തെ സ്വീകരിക്കുമ്പോൾ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ടെന്ന് 118 സംഗീതം 15 വാക്യം പറയുന്ന പോലെ, കർത്താവ് നിന്റെ ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ എന്ന് പറഞ്ഞാൽ, നീയാകുന്ന കൂടാരത്തിൽ, ശരീരമാകുന്ന കൂടാരത്തിൽ, നിന്റെ ഭവനമാകുന്ന കൂടാരത്തിൽ അത് നിറയുമെന്ന്, ഉല്ലാസം ജയത്തിന്റെ ഘോഷം ഉണ്ടാകുമെന്നാണ്. അപ്പൊ നിന്റെ ശരീരമാകുന്ന കൂടാരത്തിൽ, നിന്റെ ജീവിതമാകുന്ന കൂടാരത്തിൽ ഉല്ലാസത്തിനും ജയത്തിന്റെ ഘോഷം ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? നിന്റെ പാപം മുഖാന്തരമാ, നിന്റെ അകൃത്യങ്ങൾ മുഖാന്തരമാ. എന്നാൽ യേശു നിന്റെ ഹൃദയത്തെ സ്പർശിച്ച് യേശു നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങൾ നിന്റെ ഹൃദയത്തിന്റെ ഭവനത്തിലും ഉണ്ടാകും. അതില്ലാത്തതിന്റെ കാരണം നീ പാപത്തിൽ വസിക്കുന്നതുകൊണ്ടാ, പാപ സ്വഭാവത്തിൽ നീ ജീവിക്കുന്നത് കൊണ്ടാ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നതാണ്, നിന്റെ പാപ സ്വഭാവത്തെ നീ വിട്ട് മടങ്ങുക. പാപത്തെ നീ എടുത്ത് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയേ. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു, കർത്താവ് നിന്നെ ആദരിക്കുന്നു, കർത്താവിനെ ബഹുമാനിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ ബഹുമാനിക്കുന്നു, കർത്താവിനെ ആദരിക്കുന്ന പോലെ തന്നെ ദൈവം നമ്മയും സ്വന്തം മകനായി, മകളായി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് നമ്മെ ചേർത്ത് പിടിക്കുകയാണ്. അതുകൊണ്ട് നീ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് വരണം. ഹല്ലേലൂയ. കഷ്ടതയുടെ തീച്ചൂളിൽ നീ കിടന്ന് ഞരങ്ങി വേദനിച്ച് നൊമ്പരപ്പെട്ടു പോകാതെ, കഷ്ടതയുടെ തീച്ചൂളിൽ നാം നൊമ്പരത്തിന് ആ വേദന നിന്നെ പുറത്തെടുക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ യേശുവിന്റെ സ്നേഹത്തിന്റെ കീഴിൽ നീ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ പാപസുഖങ്ങളെ നീ എടുത്ത് പുറത്തേക്ക് കളയണം. ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ നീ ജീവിച്ച് നിത്യ നരകത്തിലേക്ക് പോകാതെ, ഹല്ലേലൂയ, ആ സ്വർഗീയ സന്തോഷം നിന്റെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ നീ കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം മരത്തിന്റെ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ, യേശു നിന്റെ പാപങ്ങളെ, ശാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് യേശു നമുക്ക് വേണ്ടി മരത്തിന്മേൽ ശാപമാക്കപ്പെട്ടു, നിന്നെ മോചിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഇന്ന് നീ ബന്ധനത്തിലാണോ, കഷ്ടതയിലാണോ? നിന്നെ വിടുവിക്കുവാൻ യേശു 2 കരങ്ങളും, മുറിവേറ്റ 2 കരങ്ങളും നിനക്ക് വേണ്ടി നീട്ടിപ്പിടിച്ചിരിക്കുക. നിന്റെ കണ്ണുകൾ ഉയരട്ടെ, നിന്റെ കണ്ണുകൾ ഉയരട്ടെ. ആത്മാവിൽ നീ സ്വർഗത്തിലേക്ക് നോക്ക്. ആ 2 മുറിവേറ്റ കരങ്ങൾ നിനക്ക് നേരെ നീട്ടിപ്പിടിച്ചിരിക്കുക. നിന്നെ ചേർത്ത് പിടിക്കുവാൻ, നിന്നെ വാരി പുണരുവാൻ, നിന്റെ പാപങ്ങളെ, ശാപങ്ങളെ നീക്കുവാൻ, ദൈവരാജ്യത്തിന്റെ അനുഭവം, സ്വർഗത്തിന്റെ അനുഭവം മക്കളാക്കി തീർക്കുവാൻ വേണ്ടിയിട്ട്, സ്നേഹം കൊണ്ട് നിന്നെ നിറയ്ക്കുവാൻ വേണ്ടിയിട്ട് യേശു 2 കരങ്ങളും നിനക്ക് വേണ്ടി നീട്ടിപ്പിടിച്ചിരിക്കുന്ന നിനക്ക് ആത്മാവിൽ കാണുവാൻ കഴിയണം.
പ്രൈസ് ദി ലോർഡ്. അത് യേശു നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന ബസ്സിലേക്ക് പറയട്ടെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-5 വീണ്ടും വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ. ഹല്ലേലൂയ. എന്നാലും നമ്മുടെ അതിക്രമങ്ങൾക്ക് നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്താണ്? അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. മറുവശത്ത് നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-10 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ അവരെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി, അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. യഹോവയുടെ കൈ ഇഷ്ടം അങ്ങനെ തന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കുമെന്ന് അവിടെ കാണുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 എന്നൊക്കെ പറയുന്നത് മണിക്കൂറുകളിൽ നാം വായിച്ച് ധ്യാനിച്ച് കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തെ നീ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. എത്ര സ്നേഹത്താൽ നിറയപ്പെട്ട വചനമാണിതൊക്കെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, ഹല്ലേലൂയ സഹോദരൻ, പഴയ നിയമത്തിലുള്ള യോസേഫിനെ നിങ്ങൾ നോക്കുവിൻ. പാപത്തിന് വഴങ്ങിക്കൊടുക്കാതെ, പാപത്തിന് വഴങ്ങിക്കൊടുക്കാതെ തന്റെ വസ്ത്രം പോയാലും സാരമില്ല എന്ന് വെച്ച് ഓടി രക്ഷപ്പെട്ടു. യോസേഫിന്റെ വസ്ത്രം അവനെ കുറ്റം ചാർത്തി എതിരാളികൾക്ക് ലഭിച്ച സാക്ഷ്യമായിരുന്നു. അന്യനാട്ടിൽ ഈ പ്രകാരം കൈയോടെ ഇത്രമാനം കുറ്റങ്ങൾ കൈയോടെ പിടിക്കുമ്പോൾ സ്തോത്രം, നൂറുകണക്കിന് ആളുകൾ അവനെ അടിച്ചു കൊല്ലുവാൻ ഇടയായേനെ. അവൻ തന്റെ ന്യായത്തെ അറിയിച്ചില്ല. ശാന്തമായി എല്ലാം സഹിച്ചു യോസേഫ്. അതുകൊണ്ട് വേദപുസ്തകം യോസേഫിനെ കുറിച്ച് പറയുന്നത്, അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയാൽ കുടുങ്ങുകയും ചെയ്തു എന്ന് 105 സംഗീതം 19 വാക്യത്തിലും. അവൻ തന്റെ ന്യായത്തെ നീതിയെയും കർത്താവിൽ സമർപ്പിച്ചിട്ട് സഹിഷ്ണുതയോടെ ഇരുന്നു എന്ന് കാണാൻ കഴിയും. വലിയൊരു സ്വതം. അത് നാം ദൈവസന്നിധിക്ക് യോസേഫിനെ പോലെ പാപത്തിൽ വീണു പോകാതെ വിശുദ്ധി നിൽക്കണം. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നാം വായിച്ചവരന് കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോമം കത്തിരിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവൻ തന്റെ വായി തുറക്കാതിരുന്നു. അത് യേശുവിന്റെ സ്നേഹവും യേശുവിന്റെ കുരിശുമരണവും അവന്റെ ശാന്തതയും മൗനവും സമാധാനം നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കട്ടെ. യേശുവിന്റെ കുരിശുമരണം നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ നമുക്ക് ഈ ലോകത്തിന്റെ കഷ്ടതയെ നമുക്ക് വിജയിക്കാൻ കഴിയും. വേദനയുടെ ദുഃഖത്തിന്റെ നടുവിൽ കടന്നു പോകുന്നത് പറയട്ടെ, യേശുവിന് സമർപ്പിച്ചു കൊടുക്കുക. കണ്ണുകൾ അടച്ചാട്ട്, പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിലും ഭാരത ലോക രാജ്യങ്ങൾ 800 കോടിയിലധികം ജനത്തിനായി തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നല്ലേ ഒരു സ്തോത്രം. ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിനും വാർത്തയും ധ്യാനവൃത്തിനും വശന യാചർ ഓർഫണ ചോട്ടനും തടവറയിലായിരിക്കുന്ന ജനത്തിനായി വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ താലൂക്ക് ബ്ലോക്ക് ജില്ലാ ഭരണ മേധാവി സംസ്ഥാനങ്ങൾ രാജ്യങ്ങളെ ഭരിക്കുന്ന രാജാക്കന്മാർ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ പട്ടാള മേധാവികൾ ഗോത്രങ്ങളെ ദ്വീപുകളെ ആദിവാസി ട്രൈബൽ മേഖലയിലായിരിക്കുന്ന എല്ലാ ജനത്തെ അധികാരികളെയും കർത്താവ് സഹകരണ പുതുമേഖല സ്തോത്രം എല്ലാ ബാങ്ക് വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖലയിലായിരിക്കുന്ന ജനത്തിനായി എല്ലാ കേന്ദ്ര സംസ്ഥാന എല്ലാ രാജ്യരാഷ്ട്ര തലവന്മാരെ കരസേന വ്യോമസേന നാവികസേനാധികാരികൾ അതിർത്തികൾക്കും BSCR ക്രമസമാധാന പാലക നിയമ നിർമ്മാണ രംഗത്തിൽ നിൽക്കുന്ന രഹസ്യാംശ പോലീസിന്റെ ജുഡീഷ്യൽ ഭാഗങ്ങൾക്കായി കരയിലും കടലും ആകാശമാർഗം വാഹന യാത്ര വാഹന സെയിൽസ് ചെയ്യുന്നവർ കർത്താവ് കൺസൾട്ടന്റ് മെക്കാനിക് ഓട്ടോ യൂണിയൻ രംഗത്തിൽ കടലോരവാസികൾ തീരദേശവാസികൾ സമുദ്രങ്ങൾ ആഴി മത്സ്യത്തിന് കടന്നുപോയിരിക്കുന്നവർ കർത്താവ് വരുന്ന കരികളും കമ്പനി ഫാക്ടറികൾ ജോലി ചെയ്യുന്നവർ ക്ഷീരമേഖലയും കാർഷിക മേഖലയും ചെറുത് പലതുമായ എല്ലാ വ്യാപാരി വ്യവസായം വഴിയോര കച്ചവടക്കാരെ വിവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് പാടത്തും പറമ്പിലും കോറിയിലും മല്ലിലും കല്ലിനോടും മണിലോടും തടിയോടും മല്ലടിക്കുന്നവർ വിവിധ ജീവിത സാഹചര്യം കടന്നു പോകുന്നവർ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിച്ച് വിദേശ രാജ്യ കർഷക നൊമ്പരപ്പെടുന്ന നാട്ടിൽ കടന്നു ഭാരത സാങ്കേതിക മണ്ഡലാന്തി കർഷകം സഹിക്കുന്നവർ വീടിലൂടെ കടന്നു പോകുന്നവർ അവിടെ വിദേശ മദ്യത്തിന് മയക്കും ലഹരിക്ക് അടിപ്പെട്ട് കേരളത്തിൽ നാട്ടിൽ കിടക്കുന്ന നിരവധി ആൾ തീവ്രവാദ ഭീകര വർഗീയതയിൽ അകപ്പെട്ട് കിടക്കുന്ന എല്ലാ ജനത്തെ എല്ലാ മത സാമൂഹ്യ സാംസ്കാരിക മാധ്യമ മീഡിയ എല്ലാ ഫലദൂഷ പാർട്ടികളെയും ദൈവരങ്ങൾ ഏൽപ്പിക്കുന്ന പാപത്തെ വിട്ട് മടങ്ങി വന്ന് ശാപത്തെ വിട്ട് മടങ്ങി രോഗത്തിന്റെ സുഖങ്ങൾ വിട്ട് മടങ്ങി വന്ന് കർത്താവ് യേശുവിന്റെ ഹൃദയത്തിന്റെ കർത്താവ് യേശുവിന്റെ സ്നേഹം ക്രൂശിലെ മരണം ഹൃദയത്തെ സ്പർശിച്ച് ഇവർ കർത്താവിനോട് ജീവിപ്പാൻ പാപത്തിന് ശാപത്തിന് സ്വതന്ത്രമായി തീരുവാൻ ജനത്തെ ദൈവരങ്ങൾ ലഭിക്കുന്നു. മനുഷ്യനെ അശുദ്ധമാക്കുന്ന സകല ദുഷ്പ്രവർത്തിയെന്നും കുടുംബത്തെ തകർക്കുന്ന കുടുംബജീവിതത്തെ തലമുറയെ തകർക്കുന്ന സകല പൈശാചിക ശക്തിയിൽ നിന്ന് ജനം വിടുവിക്കപ്പെടട്ടെ. കാര്യങ്ങളുടെ നിന്നും മയക്കുമരുന്ന് രോഗികളിൽ നിന്നും കർത്താവി എന്നിവരുടെ എല്ലാ അനാശാസ്യ
പിശാച് അസംഭാഗ്യമായ എല്ലാ അശുദ്ധമായ ജീവിതത്തിൽ നിന്നും ജനം വിടുവിക്കപ്പെട്ട് മടങ്ങി വന്ന് കർത്താവ് ശാപത്തിൻ കീഴിലായി ജനം പോകാതെ, പാപത്തിൽ ജീവിക്കാതെ, മരണാസനിലേക്ക് പോകാതെ മടങ്ങി വരട്ടെ. കർത്താവ് രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ. കഷ്ടത്തിന് വിടൽ കൊടുക്കണം. ദാരിദ്ര്യം കടന്നുകൊണ്ട്, കടമാത്തിൽ കടന്നുപോയി ജപ്തി നേടുന്നവരുണ്ട്. അമ്മ ഭവനമില്ലാത്തവർ സ്തോത്രം. തലമുറയില്ലാതെ പാരമ്പര്യം, വിവാഹ ജീവിതം തകർന്ന്, കുടുംബജീവിതം തകർന്ന്, കേസിലൊക്കെ ആയിക്കിടന്ന അനേകമത്തി ആളുകൾ അവരുടെ ഹൃദയത്തിൽ യേശുവിന്റെ സ്നേഹം സ്പർശിക്കുവാൻ ജനത്തെ ഏൽപ്പിക്കുകയാണ്. സകലത്തിന്റെ ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തിയാട്ട് കർത്താവ് യേശുവിനോടെ പറഞ്ഞു നടക്കുന്ന അനവധി ആളുകൾ, വീടുകൾ തോറും മെനക്കെട്ട് നുണ പറഞ്ഞ് വ്യാജം പറഞ്ഞു നടക്കുന്ന അനവധി കർത്താവ് ആളുകൾ ഇവർക്കൊക്കെ മാനസാന്തരം കൊടുക്കണമേ. സകല അച്യുതമായ ശരി അമ്മയ സാഹചര്യങ്ങൾ വിട്ട് യേശുവിനെ അനുഗമിക്കുന്ന ഒരു തലമുറ ദിവസങ്ങൾ പണിതെടുക്കണ്ടായി ജനത്തിലൂടെ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.